بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب قول النبي صلى الله عليه وسلم الدين النصيحة لله ولرسوله ولأئمة المسلمين وعامتهم وقوله تعالى إذا نصحوا لله ورسوله വേണമെങ്കിൽ വഖൗലിഹി തആല എന്നും വായിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൊട്ട് മുമ്പത്തെ ബാബിൽ ഏത് അമലുകളും സ്വീകാര്യയോഗ്യത വേണമെങ്കിൽ നിയ്യത്ത് വേണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹിനെ തേടിയും കൊണ്ടായിരിക്കണം, റിയാ ഒഴിവാക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി ഇതുവരെ പറഞ്ഞ എല്ലാ ബാബുകളെയും ഉൾപ്പെടുത്തുന്ന, എല്ലാ ആശയങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഏത് അമലിലും അവിടെ നസീഹത്ത് വേണം എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഏത് അമലും, സ്വന്തം ചെയ്യുന്ന അമലാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നവരാണെങ്കിലും അവൻ്റെ ജീവിതങ്ങൾ എങ്ങനെ തന്നെയാണെങ്കിലും അവൻ നസീഹത്ത് ചെയ്യുന്നവനായിരിക്കണം. നസീഹത്ത് എന്ന് പറഞ്ഞാൽ ഉപദേശം എന്നതല്ല അതിൻ്റെ അർത്ഥം. ഉപദേശം നസീഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നസഹ എന്ന വാക്കിൻ്റെ അർത്ഥമുള്ളത് ഇമാം മാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്തഖത്തും മിൻ നസഹ്തൽ അസല ഇദാ സഫൈതഹു. തേന് അതിൻ്റെ ആ പലകയിൽ നിന്ന് പീഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള തേനല്ലാത്ത മറ്റ് കാര്യങ്ങളെല്ലാം ഒഴിവാക്കി തേനെ മാത്രമാക്കുക, നല്ലതിനെ ബടക്കിനെ തൊട്ട് വേർതിരിക്കുക. ഇതാണ് നുസ്ഹ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം. വേറൊരർത്ഥം നസഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുള്ളത് സൂചി കൊണ്ട് വസ്ത്രങ്ങളെ പരസ്പരം തുന്നിപ്പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നിരിക്കൽ ഓട്ടയായിപ്പോയതിനെ, കീറിപ്പോയതിനെ തുന്നിപ്പിടിപ്പിക്കുക, അല്ലെങ്കിൽ വസ്ത്രങ്ങളെ ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കലർത്തുക. ഇങ്ങനെ പരസ്പരം തുന്നി യോജിപ്പിക്കുക എന്നതാണ് നസീഹത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടാലൊന്നാണ്. ഒന്നിരിക്കൽ തുന്നിപ്പിടിപ്പിക്കുക, അല്ലെങ്കിൽ വടക്കിനെ തൊട്ട് ആവശ്യമില്ലാത്തതിനെ തൊട്ട് ആവശ്യമുള്ളതിനെ വേർതിരിച്ച് ശുദ്ധിയാക്കുക. ഇതാണ് ഇവിടുത്തെ നസീഹത്തിൻ്റെ അർത്ഥം. അപ്പം അദ്ദീനു, ദീനാകുന്നത് അൻ നസീഹത്തു, നല്ലതിനെ വേർതിരിക്കലാണ്, അല്ലെങ്കിൽ പരസ്പരം യോജിപ്പിക്കലാണ്, തുന്നിച്ചേർക്കലാണ്. ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി, വലി റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയും, വലിയ അയിമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി, വആമ്മത്തിഹിം, മുസ്ലിങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയും, എല്ലാവർക്കും വേണ്ടിയും നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കണം. ആ വേർതിരിച്ചു കൊടുക്കലാണ് നസീഹത്ത്. അള്ളാഹുവിന് വേണ്ടിയുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല നിലക്ക് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയുന്ന മാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആലനെ മനസ്സിലാക്കി വെക്കുകയും അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന ഒന്നും തന്നെ അതിൽ പങ്കു ചേർക്കാതിരിക്കുകയും അള്ളാഹു തആലാക്ക് ലാഹിറിലും ബാത്തിലും അനുസരിക്കലും കീഴടങ്ങലും, അള്ളാഹു സുബ്ഹാനഹു വ തആലനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കലും അള്ളാഹു തആലാക്ക് അനുസരിക്കലും, ഇങ്ങനെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 100% ക്ലിയറാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അവനും റസൂലുമായി വളരെ ബന്ധം ദൃഢമാക്കുക, തുന്നിച്ചേർക്കുക, കളങ്കങ്ങളെ മുഴുവനും ഒഴിവാക്കുക, റസൂലുള്ളാഹിനെ വേണ്ടതുപോലെ ഉള്ളതുപോലെ സ്നേഹിക്കുക. റസൂലുള്ളാഹി തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വഹയിനെ സത്യസന്ധതയോട് കൂടെ അവിടെ എത്തിച്ചിരുന്നവരാണെന്ന് വിശ്വസിക്കുക. നബി കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളെ മുഴുവനും ചെയ്യുക.
റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ച കാര്യങ്ങളെ മുഴുവനും ഒഴിവാക്കുക. അങ്ങനെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവനും റസൂലുമായി ബന്ധത്തിന് എതിരാകുന്ന ഒരു പണി ചെയ്യാതെ ആ ബന്ധം എപ്പോഴും സുദൃഢമായി സൂക്ഷിക്കുക. അതുപോലെ അയിമ്മത്തുൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അവരെ വേണ്ടതുപോലെ ഇസ്ലാമിൻ്റെ അയിമ്മത്താകുമ്പോൾ, നേതാക്കന്മാരാകുമ്പോൾ അവരുടെ ഇടയിൽ, മുസ്ലിമീങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിൽ ഭിന്നതയുണ്ടാവുന്ന തൊട്ട് സൂക്ഷിക്കുക. അവരെ വക്കൽ നിന്ന് ശരീഅത്തിനെതിരായി വരുമ്പോൾ പറയേണ്ടത് പ്രകാരം അവരെ ഉപദേശിക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യണം. അവൻ്റെ ഭാഗത്തേക്ക് ഇമാമിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇമാമികൾ പറയുന്നുണ്ട്, ഭരണാധികാരി മാത്രമല്ല അയിമ്മത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്നത്, മുജ്തഹിദീങ്ങളായ ഇമാമിങ്ങളും നേതാക്കന്മാരായ പണ്ഡിതന്മാരും പെടും. അവർക്കുള്ള നസീഹത്ത് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് മറ്റുള്ളവരെ വേർതിരിച്ച് പോയി ഗ്രൂപ്പുകളും ഭിന്നിപ്പുകളും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം തന്നാൽ ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ചെയ്യണം. അതോടുകൂടെ അവരുടെ വക്കൽ നിന്ന് ഏതെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അവരോട് പറയാൻ പറ്റുന്ന രീതിയിൽ അവരോട് പറഞ്ഞ് അതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ അതിനു വേണ്ടുന്ന എല്ലാവിധ തന്ത്രങ്ങളും മെനയണം. സ്വയം അതുകൊണ്ട് എന്തെങ്കിലും പല മുസീബത്ത് വരുമെന്ന് ഭയമില്ലെങ്കിൽ, എന്നിട്ട് ക്രൂരനായ ഇമാമാണ്, അവനോട് എന്തെങ്കിലും അങ്ങോട്ട് തിരുത്താൻ പോയാൽ അത് ഇവൻ്റെ അവസാനമാകും. അങ്ങനെയാണെങ്കിൽ അതിന് പോവണ്ട, വെറുത്താ മതി. അതുപോലെ ജനങ്ങളിൽ നിന്നുള്ള ആമത്ത്, പൊതുജനങ്ങളിൽ നിന്ന് ആരിൽ നിന്ന് എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും അവരെ അതിൻ്റെ നന്മയിലേക്ക് നയിക്കാൻ എന്തുണ്ടോ ദീനും അവരുമായി ചേർത്തിപ്പിടിക്കാൻ, അതിന് എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ, വാക്കാൽ ചെയ്യുന്നത് വാക്കാൽ, പ്രവൃത്തിയാൽ ചെയ്യാൻ കഴിയുന്നത് പ്രവൃത്തിയാൽ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യിപ്പിക്കുക. ഇതിനേക്കാണ് നസീഹത്ത് എന്ന് പറയുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലാണ്. അതാണ് ഇമാം ബുഖാരി ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താ ഇമാം ബുഖാരി പറഞ്ഞതാ, ബാബു ഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ വിവരിക്കുന്ന ബാബ്. എന്താണ് വാക്ക്? അദ്ദീനു അന്നസീഹത്തു ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. ഇതാണ് ബാബ്, ഇതാണ് റസൂലുള്ളാഹിന്റെ കൗലിന്റെ മഖൂലാണത്. അദ്ദീനു അന്നസീഹ ലില്ലാഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വആമ്മത്തിഹിം. ഇവിടെ ഈ ഹദീസ് ഇമാം ബുഖാരി ഈ പറഞ്ഞ റസൂലുള്ളാഹിന്റെ കൗലവുമായ ഹദീസാണ്, മർഫൂആയ ഹദീസാണ്. ഇത് ഇമാം ബുഖാരി ഈ ബാബിലോ മറ്റ് ബാബിലോ സ്വഹീഹിലോ എവിടെയും അതിൻ്റെ സനദ് പറഞ്ഞിട്ടില്ല. അവിടെയാണ് ചർച്ച നടക്കുന്നത് ഇമാമിങ്ങൾ. എന്തുകൊണ്ട് ഇതിൻ്റെ സനദ് പറഞ്ഞില്ല? റസൂലുള്ളാഹിന്റെ വാക്ക് എന്ന് പറയുമ്പോൾ സനദ് പറയണ്ടേ? അതിനൊക്കെ സാധാരണ ശാരീങ്ങളെല്ലാം പറയുന്ന മറുപടി, അതിൻ്റെ സനദിൽ, ഈ ഹദീസിൻ്റെ സനദിൽ ഒരു സുഹൈൽ ബിൻ അബീ സ്വാലിഹ് എന്ന് പറയുന്നൊരു മഹാനുണ്ട്. ആ സുഹൈൽ ബിൻ അബീ സ്വാലിഹ് അവർ മുഖേനയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ട് ചെയ്തപ്പെട്ട സുഹൈൽ എന്നവർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ മാത്രം ശർത്തത്ത ആളല്ല, അതുകൊണ്ട് അതിൻ്റെ സനദ് പറഞ്ഞില്ല എന്നതാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി, ഇമാം ഐനി പോലെയുള്ള മഹാന്മാർ മുഴുവനും പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി വരും, ഇമാം ബുഖാരിയുടെ ശർത്ത് വെക്കാത്ത ഒരു വാക്കിനെ പറ്റി അത് റസൂലുള്ളാഹിന്റെ ഖൗൽ എങ്ങനെ പറയാ? അപ്പോൾ ഈ സുഹൈൽ ബിൻ അബീ സ്വാലിഹ് എന്ന് പറയുന്ന മഹാൻ വലിയ ഹദീസ് പണ്ഡിതനാണ്. അവർക്ക് അവസാന കാലം അവരുടെ സഹോദരൻ മരണപ്പെട്ടപ്പോൾ വളരെ ദുഃഖിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് അതിൻ്റെ ശേഷം ഓർമ്മശക്തി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂല, ശരിയല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അതിന് മുമ്പുള്ളത് ശരിയല്ലേ? മാത്രവുമല്ല ഈ സുഹൈൽ ബിൻ അബീ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ശിഹാബ് സിത്തൻ്റെ പണ്ഡിതന്മാർ മുഴുവനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി ധാരാളം അയിമ്മത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും നല്ല മറുപടി ഈ മത്തിന് മഷ്ഹൂറും മുസ്തഫീലുമായതുകൊണ്ട് ഇതിനിക്കുള്ള സുഹൈൽ ബിൻ അബീ സ്വാലിഹ് എന്നവർക്കുള്ള തകരാറായി പറയാതെ ആ ഹദീസ് 100% റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേർക്കപ്പെടാം. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനും മറ്റു ഹദീസുകളും അത് 100% അംഗീകരിച്ചതാണ് എന്നതാണ് ഇമാം ബുഖാരി പറഞ്ഞത്. സുഹൈൽ ബിൻ അബീ സ്വാലിഹ് ഒരു കുഴപ്പമില്ല, അവരുടെ മറവിൻ്റെ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. അത് മഷ്ഹൂറല്ലേ? ഇനി വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാറ്. ഇമാം ബുഖാരി തെളിയിക്കുകയാണത്, ഒരു ദഅവയാണ്, അത് റസൂലുള്ളാഹിന്റെ ഖൗൽ തന്നെയാണ്. അതിക്ക് തെളിവായി പറയാണ്, ഓദിക്കോ. എന്താ? അതായത് പറഞ്ഞു ഖൗലുഹു തആല എന്ന് മുമ്പ് സൂചിപ്പിച്ച മാതിരി ബാബടച്ച് തീർന്നു. ബാബു ഖൗൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു വന്നസീഹ ലില്ലാഹി വലിറസൂലിഹി വലിഅയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. ബാബടച്ച് അവസാനിച്ചു. വഖൗലുഹു തആല എന്ന് പറഞ്ഞ ബാബിന് തെളിവ് അറിയാണ്. അപ്പം ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞ മാതിരി അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ ഖൗല് അതിനൊക്കെ തെളിവാണ്. എന്താ ഖൗല്? ഇദാ നസഹു ലില്ലാഹി വറസൂലിഹി, ഇദാ നസഹു ലില്ലാഹി വലിറസൂലിഹി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. അപ്പം ആ പറഞ്ഞ ആയത്ത് പ്രകാരം നസീഹത്ത് അള്ളാഹുനിക്കും റസൂലിനിക്കും നസീഹത്തുണ്ട് എന്നവിടെ വെച്ച് കിട്ടി. സൂറത്തു തൗബയിലെ 91 ആയത്താണ്. അതായതിൻ്റെ കഷ്ടമാണത്. എന്താ? ലൈസ അലൽ ളുഅഫാഇ വലാ അലൽ മർളാ വലാ അലല്ലദീന ലാ യജിദൂന മാ യുൻഫിഖൂൻ ولا على الذين لا يجدون ما ينفقون حرج إذا نصحوا لله ورسوله. അവിടെ ആ ആയത്തിൽ അള്ളാഹ്ക്കും റസൂലിനും നുസ്രത്ത് വേണം എന്ന ആയത്ത് കൊണ്ട് കിട്ടി. പിന്നെ അടുത്ത ഹദീസ് വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു ഹദീസ്, ബയഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഇഖാമിസ് സ്വലാത്തി വഈതാഇ സകാത്തി വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ. കണ്ട, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. അലി കുല്ലി മുസ്ലിം എന്ന് പറഞ്ഞല്ലേ ലി അയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം. മുസ്ലിമീങ്ങൾ പറഞ്ഞാൽ എന്താ? നേതാക്കന്മാരും സാധാരണക്കാരും. അടുത്ത ഹദീസിലും അതേമാതിരി തന്നെയാണ്. ഏതാ ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തന്നെയാണ്. ഇന്നി അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു ബായൂക അലൽ ഇസ്ലാം ഫശറത അലയ്യ വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അവിടെ ആമന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ബാബിൽ നബി തങ്ങളുടെ കൗലായി പറയുന്ന അദ്ദീനു അന്നസീഹത്തു ലില്ലാഹി വറസൂലി വലിഅയിമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിനോടും ഹദീസുകളോടും യോജിച്ച് വന്നതുകൊണ്ട് തന്നെ ഈ ഹദീസ് തള്ളേണ്ടതല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗൽ തന്നെയാണ് എന്ന് ഇമാം ബുഖാരി സ്ഥിരപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. وبه قال حدثنا مسدد قال حدثنا يحيى عن إسماعيل قال حدثني قيس بن أبي حازم عن جرير بن عبد الله رضي الله عنه وعنهم أنه قال بايعت رسول الله صلى الله عليه وسلم على إقام الصلاة وإيتاء الزكاة والنصح لكل مسلم. ഈ സനദിലുള്ള റാവികൾ 5 പേരാണ് നാം വായിച്ച സനദിലുള്ളത്. 1 മുസദ്ദദ് ബിൻ മുസർഹിദ്, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ, നാം വിശദീകരിച്ചിട്ടുണ്ട്. 3 ഇസ്മായിൽ ബിൻ അബി ഖാലിദ് അൽ ബജലി അത്താബി, അവരെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. 4-മത്തത് കൈസ് ബിൻ അബി ഹാസിം. കൈസ് ബിൻ അബി ഹാസിം എന്നവരുടെ പേര് അബ്ദു ഔഫ് എന്നാണ്. അതല്ല ഔഫ് എന്ന് മാത്രമേ ഉള്ളൂ എന്നും അഭിപ്രായമുണ്ട്. അവരും ബജലിയാണ്, കൂഫിയാണ്, താബിയാണ്, മുഖ്ലറമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, നബി തങ്ങളെ കണ്ടിട്ടില്ല. അവരെ പറ്റിയുള്ള മുഖ്ലറം അറിയാം. അതിൻ്റെ ബയാനാണ് അദ്റകൽ ജാഹിലിയ. വജാ ഈ കൈസ് ബിൻ അബി ഹാസിം എന്നവർ വന്നു ലിയുബായിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ഫഖുബില, അപ്പോഴേക്കും റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിരുന്നു. വഹുവ ഫി ത്വരീഖ്, ഈ പറയുന്ന കൈസ് വഴിയിലായ സമയത്ത് റസൂലുള്ളാഹി വഫാത്തായി. അവരുടെ പിതാവ് സ്വഹാബിയാണ്. കൈസ് ബിൻ അബി ഹാസിം, അബു ഹാസിം സ്വഹാബിയാണ്. സമിയ ഖൽഖം മിന സ്വഹാബ, ഈ കൈസ് ബിൻ അബി ഹാസിം എന്ന് പറയുന്നവർ താബിഇയാണ്. സ്വഹാബത്തിൽ നിന്ന് ധാരാളം മഹാന്മാരെ കേട്ടിട്ടുണ്ട്. മിൻഹും അൽ അഷ്റത്തുൽ മഷ്ഹൂദ് ലഹും ബിൽ ജന്ന, അവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വർഗം കൊണ്ട് ഷഹാദത്തിൽക്കപ്പെട്ട മുബശ്ശരീങ്ങളായ അഷ്റത്തുൽ മുബശ്ശരീങ്ങൾ, അവരതിൽപ്പെട്ടവരാണ്. വലൈസ ഫി താബിഈന മൻ യർവി അൻഹും ഗൈറുഹു, കൈസ് ബിൻ അബി ഹാസിമിൻ്റെ പ്രത്യേകതയാണ് അഷറത്തുൽ മുബശ്ശരീങ്ങളെ തൊട്ട് 10 ആളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ എന്ന പ്രത്യേകത അവർക്കുണ്ട്. അങ്ങനത്തെ ഒരാൾ വേറൊരു താബിയുമില്ല. പിന്നെ അവരുടെ ശിഷ്യന്മാരായിട്ടോ താബിങ്ങളിൽ നിന്ന് ധാരാളം ആളുകളുണ്ട്. വജലാലതുഹു മുത്തഫഖുൻ അലൈഹാ, ഈ പറഞ്ഞ കൈസ് ബിൻ അബി ഹാസിം എന്നവരുടെ ജലാലത്ത് സ്ഥാനമാനങ്ങൾ മുത്തഫഖ് അലൈഹിയാണ്, ഒരാൾക്കും അഭിപ്രായവ്യത്യാസമില്ല. വഹുവ അജ്വദുൻ നാസി ഇസ്നാദാ, ഇസ്നാദാൽ ഏറ്റവും നല്ലവരുമാണ് അവർ. അങ്ങനെയാണ് ഇമാം അബൂ ദാവൂദ് അവരെ പറ്റി പറഞ്ഞത് അജ്വദുൻ നാസി ഇസ്നാദാന്ന്. പിന്നെ ഇവർക്ക് മറ്റൊരു പ്രത്യേകത, ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു പ്രത്യേകത എന്താ, സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട അഷറത്തുൽ മുബശ്ശരീങ്ങളിൽ എല്ലാവരോട് 10 ആളെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ എന്ന പ്രത്യേകത കൈസ് ബിൻ അബി ഹാസിമിനുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിൽ നിന്ന് മറ്റുള്ള ആരും റിപ്പോർട്ട് ചെയ്യാത്ത വേറെ കുറേ ആളുകളെ തൊട്ട് ഇവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് അവരുടെ പിതാവായ അബൂ ഹാസിമോട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൈസ് മാത്രമാണ്. അതുപോലെ ദുക്കൈൻ ഇബ്നു സഈദ് സ്വഹാബിയാണ്, ദുക്കൈൻ ഇബ്നു സഈദ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൈസ് എന്നവരാണ്. അതുപോലെ സുനാബിഹ് ഇബ്നുൽ അശ്ർ, ആ സ്വഹാബിയെ തൊട്ടും സുനാബിഹ് ഇബ്നു അശ്ർ, മിർദാസുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ സ്വഹാബികളാണ്. ഇവരെ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട കൈസ് എന്നവരാണ്. അവിടെ വഫാത്തുള്ളത് ഹിജ്റ 87 അതല്ല 84 എന്നും അഭിപ്രായമുണ്ട്. വേറെ അഭിപ്രായമുള്ളത് ഹിജ്റ 98 അഭിപ്രായമുണ്ട്. അഞ്ചാമത്തെ ആള് നമ്മുടെ സനദിലുള്ള ജരീർ ബിൻ അബ്ദുല്ലാഹി ബിൻ ജാബിർ ബിൻ മാലിക് ബിൻ നദർ ബിൻ സഅലബത്ത് അൽ ബജലി, ജരീർ ബിൻ അബ്ദുല്ലാഹി അൽ ബജലി അവരെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് പറയുന്നൊരു പേരാണ് യൂസുഫ് ആദിഹിൽ ഉമ്മ. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാം അന്നത്തെ കാലത്ത് ഏറ്റവും ഭംഗിയുള്ളവരായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആള് ജരീർ ബിൻ അബ്ദുല്ല എന്നുള്ളവരാണ്. മാത്രവുമല്ല അവർ വലിയ മനുഷ്യനായിരുന്നു, വലിയ വലുപ്പമുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ മഹാനവർകളുടെ ചെരുപ്പ് ഏകദേശം 1 മുഴം നീളമുള്ളതായിരുന്നു. അവരുടെ വഫാത്തുള്ളത് ഹിജ്റ 51 അവർക്ക് ആകെ റിപ്പോർട്ട് ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് 100 ഹദീസുകൾ. അതിൽ നിന്ന് മുത്തഫഖ് അലൈഹി ആയത് 8 ഹദീസ്. മുസ്ലിം ഇല്ലാതെ ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തത് 1 ഹദീസും, ബുഖാരി റിപ്പോർട്ട് ചെയ്യാതെ മുസ്ലിം മാത്രം റിപ്പോർട്ട് ചെയ്തത് 6 ഹദീസുമാണ്. നമ്മൾ പറഞ്ഞപ്പോൾ 100 ഹദീസ്, ഇമാം നവവിൻ്റെ ശറഹിലുള്ളത് 200 ഹദീസ്, 100 ഹദീസിൻ 200 ഹദീസ് ഉണ്ട്. ബഹുമാനപ്പെട്ട ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് നബി തങ്ങൾ വഫാത്താകുന്ന ഹിജ്റ 10ാമത്തെ വർഷം റമളാനിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബയ്യത്ത് ചെയ്യുകയും മുസ്ലിമാവുകയും ചെയ്തു.
അതാണ് റാജിഹ്. അത് റമദാനിലാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് റബീഉൽ അവ്വലിലാണ്. അപ്പോൾ റമദാൻ, ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, സഫർ, റബീഉൽ അവ്വൽ 6 മാസം നബി തങ്ങളോട് കൂടെ കിട്ടിയിട്ടുണ്ട്. വേറെ അഭിപ്രായമുള്ളത് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 40 ദിവസം മുമ്പാണ് മുസ്ലിമായത്. മഹാനവർകൾ സ്വഹാബത്തിൻ്റെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഫിത്നകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവരായിരുന്നു. അവർക്ക് ധാരാളം ഹദീസുകളും ശിഷ്യന്മാരും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രത്യേകതകൾ അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വലിയ യോദ്ധാവാണ്, യുദ്ധശാലിയാണ്. പലപ്പോഴും ഇസ്ലാമിക യുദ്ധങ്ങളിൽ അവർ ക്യാപ്റ്റനായിട്ടുണ്ട്, സൈന്യാധിപനായിട്ടുണ്ട്. അവരാണ് ബഹുമാനപ്പെട്ട ജരീർ ഇബ്നു അബ്ദില്ലാ. മഹാനവറുകളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം ബുഖാരിയിൽ തന്നെ ധാരാളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. 7ഓളം സ്ഥലത്ത് ഈ ഹദീസ് വരുന്നുണ്ട് ബുഖാരിയിൽ. എന്താ ഹദീസ്? ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്തു. അലാ ഇഖാമിസ് സ്വലാത്തി, നിസ്കാരം നിലനിർത്തുന്നതിൻ്റെ മേലിലും, വഇതാഇസ് സകാത്തി, സകാത്ത് കൊടുക്കുന്നതിൻ്റെ മേലിലും, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും നസീഹത്ത് ചെയ്യുന്നതിൻ്റെ മേലിലും. നസീഹത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമിനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അവർക്ക് പറഞ്ഞു കൊടുക്കുക. പറയാൻ പറ്റുന്ന സ്ഥലത്ത് ഉപദേശിക്കാൻ പറ്റുന്നവർക്ക് ഉപദേശിക്കുക, ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുക. അങ്ങനെ ഓരോരോ സമയവും ഇസ്ലാമും മുസ്ലിമും തമ്മിൽ ഇണക്കി മുന്നോട്ട് കൊണ്ടുപോവാൻ തുന്നിച്ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും ചെയ്യുക. അതിൻ്റെ പേരിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇമാമിങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്, ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ 3 കാര്യം മാത്രം ചെയ്യുക എന്നല്ല. ഇമാം ഖുർത്തുബി പറയുന്നു, ഫതുൽ ബാരി ഉദ്ധരിക്കുകയാണ്, ഖാലൽ ഖുർത്തുബിയോ കാനത്ത് മുബായഅത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഅസ്ഹാബിഹി ബിഹസ്ബി മാ യഹ്താജു ഇലൈഹി മിൻ തജ്ദീദി അഹദിൻ ഔ തൗകീദി അംറിൻ ഫലിദാലിക ഇഖ്തലഫത് അൽഫാളുഹും. മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബയ്യത്ത് ചെയ്യാതെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ബയ്യത്ത് അസ്ഹാബിമാരോട് ചെയ്യുന്ന കാര്യം ബിഅസ്ബിമാ യഹ്താജു ഇലൈഹി, ആ അസ്ഹാബി ആവശ്യമാകുന്ന ഒന്നനുസരിച്ച് അവരെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു കാര്യമനുസരിച്ചാണ് ആ ബയ്യത്ത് ചെയ്യൽ. ഒന്ന് കരാറ് പുതുക്കലിനാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുക. ആ തൗക്കീദ് അംർ, കരാറ് പുതുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ആളുകളുമായിട്ടുള്ള മുബായത്ത് ഉണ്ടാവലുണ്ട്, ചില ബയ്യത്ത് ഉണ്ടാവലെന്തിനാ? ചില കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഫലിദാലിക ഇഖ്തലഫത് അൽഫാളുഹും. നബി തങ്ങളെ അസ്ഹാബിമാർ ഞാൻ നബി തങ്ങളോട് ഇന്ന നല്ല കാര്യം ചെയ്യാമെന്ന് ബയ്യത്ത് ചെയ്തു, ഞാൻ ഇന്ന നല്ല കാര്യം ചെയ്യാമെന്ന് ബയ്യത്ത് ചെയ്തു. പലരും പറയുന്നുണ്ട്, സ്വഹാബിയാത്ത സ്ത്രീകൾ പലപ്പോഴും ബയ്യത്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികളെ ജീവനോടെ കുഴിച്ചിട്ടാ വിട്ടുമൂടൂല എന്നുള്ളതിന് ബയ്യത്ത് ചെയ്തു. അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ മുസ്ലിമാവലോട് കൂടെ തന്നെ നബി തങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും ഹക്കാണെന്നും അത് മുഴുവനും ഞാൻ അനുസരിക്കുക എന്നും അതെല്ലാം ഞാൻ പ്രാവർത്തികമാക്കാമെന്ന് ഏൽക്കലാണല്ലോ. ഇത് പറഞ്ഞാൽ ഇസ്ലാമാകുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പുറത്തുള്ള ഈ മുബായത്ത് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യലാണ്. ബഹുമാനപ്പെട്ട ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു മഹാനവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രത്യേകം ബൈഅത്ത് ചെയ്ത് ഏറ്റെടുത്തൊരു കാര്യമാണ് എല്ലാ മുസ്ലിമിനും നുസ്ഖ് ചെയ്യുക. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തു. ഹദീസ് വളരെ ആമാണ്, ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, അവിടെ കൂട്ടിക്കൊടുക്ക്, ഫീമസ്തഅത എന്ന് കൂട്ടിക്കൊടുക്ക് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്നതിലുണ്ട്. കണ്ട, ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല സമഇ വത്തഅ ഫലക്കനനി ഫീമസ്തഅതു. സമ്മതഅത്ത്, ഏത് ഖലീഫ വന്നാലും അവരനുസരിക്കുകയും വൈപ്പിക്കുകയും ചെയ്യുക, ഏത് ഭരണാധികാരികൾ വന്നാലും. അപ്പോൾ റസൂലുള്ളാഹി കൂട്ടിക്കൊടുത്തു, ഫീമസ്തഅതു എന്ന് പറഞ്ഞാളാ.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം കരുതലുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അവർ ഏറ്റെടുത്ത കാര്യമാണ് കുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിമിനും നുസ്ഖ് ചെയ്യുക. അതിൻ്റെ പേര് മഹാനവറുടെ ജീവിതശൈലി. ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും കച്ചവടം ഉറപ്പിച്ചാൽ, കച്ചവടം നടക്കാൻ പോകുമ്പോൾ ആ കച്ചവടം മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു വാങ്ങുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും ആ കച്ചവടക്കാരോട് പറയുന്ന ഇലം അന്നമാ അഖദ്നാ മിൻക അഹബ്ബു മിമ്മാ അഅതൈനാകഹു ഫഹ്തർ, നമ്മൾ നിന്നിൽ നിന്ന് വാങ്ങുന്ന സാധനം ഞാൻ നിനക്ക് കൂലിയായ അതിൻ്റെ വിലയായോ അല്ലെങ്കിൽ വിലക്ക് പകരം വസ്തുവായോ ഞാൻ നിന്നിൽ നിന്ന് വാങ്ങുന്നത് ഞാൻ നിനക്ക് നൽകുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളതാണ്. ഞാൻ ഈ വാങ്ങാൻ പോകുന്ന നിൻ്റെ സാധനം ഞാൻ നിനക്ക് തരാൻ പോകുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നീ തരുന്നത് വളരെ 100% ഇഷ്ടമാണ്. ഞാൻ തരുന്നത് അത്ര തന്നെ എനിക്ക് ഇഷ്ടമുള്ളതല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ തരുന്നത്. എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണല്ലോ ഞാൻ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നീ നല്ലോണം ചിന്തിച്ച് ചെയ്തോ, വളരെ ചിന്തിച്ചോ. ഫഖ്തർ, ചിന്തിച്ചിട്ട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. എൻ്റെ മാതിരി ഈ വസ്തു എനിക്കും നിനക്കും വല്ലാതെ ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ ചോദിച്ചു തരേണ്ടതില്ല. നുസ്ഖാണത്. അതുപോലെ മഹാനവറുകൾക്ക് ഒരു അടിമ ഒരു ദിവസം ചന്തയിൽ പോയി, അങ്ങാടിയിൽ പോയി ഒരു കുതിരയെ വാങ്ങി 300 ദീനാറ ദിർഹമോ പറഞ്ഞില്ല, ബിസലാസുമിയത്തിന്ന 300 പകരം ഒരു കുതിരയെ വാങ്ങി. അങ്ങ് ഫലമ്മാ റആഹു ജാഅ ഇലാ സാഹിബിഹി ഫഖാല ഇന്ന ഫർസക ഖൈറും മിൻ സലാസുമിയ. അടിമയോട് ചോദിച്ചു, ആരോട് വാങ്ങിയതാ? അടിമ ഇന്നാളോട് വാങ്ങിയതാണ്. എന്നപ്പോൾ അത് കൈതയെയും പിടിച്ച് മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അതിൻ്റെ ആളടുക്കലേക്ക് ചെന്നിട്ട് പറയാണ്, 300 രൂപക്ക് ദിർഹമിന് 300 മാത്രമല്ല നിന്റെ ഈ കുതിരയുള്ളത്, അതിലേറെ വില കിട്ടുന്ന കുതിരയുടെ നല്ല കുതിരയാണ്, 300 അതുകൊണ്ട് നീ ഇതിൻ്റെ വില അറിയാതെ വിറ്റതാണെങ്കിൽ നിനക്ക് കുറച്ചും കൂടി തരാം. അപ്പോൾ അയാൾ കുറച്ചും കൂടി കൂട്ടി ചോദിച്ചു. എന്നാലും 350 ഒന്നാളി അറിഞ്ഞു. അപ്പോൾ 350 കൊടുത്തപ്പോൾ പറഞ്ഞു അതിനും അല്ലതുള്ളത്. അങ്ങനെ കൂട്ടിക്കൊടുത്ത് 800 വരെ ആക്കിയതിൻ്റെ ശേഷമാണ് മഹാനവറുകൾ അത് കയ്യേറിയത്. നുസ്ഖുൽ ലിക്കുല്ലി മുസ്ലിം. കണ്ടോ, ഏതൊരു മുസ്ലിമിനും അവനിക്ക് നന്മയായത് എന്തുണ്ടോ അത് പറഞ്ഞു കൊടുക്കണം. സ്വയം ലാഭം മാത്രം ചിന്തിക്കരുത്. കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഏതെങ്കിലും വില അറിയാത്ത ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ തിടുക്കുള്ള ആളുകൾ അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി എല്ലാ ഭാഗത്തിൽ നിന്നും അവരെ ഉപദ്രവിച്ച്, ഒരാൾക്ക് അത്യാവശ്യം കുറച്ച് പൈസ രോഗമായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കടം കൊണ്ട് വലിഞ്ഞതിൻ്റെ പേരിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തു വിൽക്കുകയാണ്. ആ നാട്ടിലുള്ള വിലനേക്കാളും വില കൊടുക്കാതെ അവൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്ര കുറച്ചാലും തരുമെന്ന് മനസ്സിലാക്കി അവൻ്റെ പിന്നാലെ വില അറിഞ്ഞും കൊണ്ട് സാധാ വിലനേക്കാളും കുറച്ച് കൊടുക്കൽ അവനിക്ക് ചെയ്യുന്ന നുസ്ഖിന് എതിരാണ്. അവനോട് പറയണം, നിൻ്റെ സാധനം എനിക്ക് ആവശ്യമുണ്ട്, നിൻ്റെ സാധനത്തിന് ഇത്രയും വില നാട്ടിൽ നടപ്പുണ്ട്, ഞാൻ അത് തരാമെന്ന് പറഞ്ഞ് വാങ്ങണം, അത് കൊടുക്കണം. അല്ലെങ്കിൽ ഇവനിക്കതിന് കോളില്ലെങ്കിൽ ആ വിലക്ക് കോളുകാരെ കൊണ്ടൊന്ന് വിറ്റു കൊടുക്കണം. എന്നല്ലാതെ അവനെ മാനസികമായി അവൻ്റെ വിഷമം മനസ്സിലാക്കി എങ്ങനെയെങ്കിലും പിടിച്ച് പറിച്ച് കൈവശം വെക്കുക എന്ന് പറയുന്ന ഇന്നത്തെ രീതി ഒരിക്കലും ശരിയല്ല. അത് നുസ്ഖുൽ മുസ്ലിം എന്ന് പറയുന്ന ലിക്കുല്ലി മുസ്ലിം എനിക്ക് എതിരാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം നാം പണം കൊടുത്തെടുക്കുമ്പോൾ തന്നെ അതിൻ്റെതായ വില മറ്റവനിക്ക് കിട്ടിയോ എന്ന് ആലോചിക്കേണ്ടതും കൂടിയുണ്ട്. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി ബജരി റളിയല്ലാഹു അൻഹു സ്വഭാവം അതാണ്. 300 റുപ്യക്ക് ദിർഹം 300 എനിക്ക് അടിമ വാങ്ങിക്കൊണ്ടുവന്ന കുതിരൻ്റെ മുതലാളിയെ കണ്ടുപിടിച്ച് അവനിക്ക് 300 കൂട്ടി കൊടുത്തുകൊണ്ട് അതിൻ്റേതായ വിലയായ 800 തന്നെ കൊടുത്തു. ഇത്
ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ പല റാവികൾ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റാവിയായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു, മഹാനുകൾ പട്ടുകച്ചവടക്കാരനാ. ഇഹിയനുണ്ട് സംഭവം, തുണിക്കച്ചവടക്കാരനാണ്. മഹാനവറുകൾക്ക് ഒരു ദിവസം അത്യാവശ്യമായ ഒരു വഴിക്ക് പോകേണ്ടി വന്നു. ആ പോകുന്ന ഘട്ടത്തിൽ മഹാനവറുകൾ അവരുടെ അൽമാറയിൽ സൂക്ഷിച്ച തുണികൾക്കുള്ള വില എല്ലാം നിശ്ചയിച്ചു കൊടുത്തു. ഇന്നതിനിക്ക് ഇത്ര വില, ഇന്നതിനിക്ക് ഇത്ര വില, ഇന്നതിനിക്ക് ഇത്ര വില എന്ന് വില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരാൾ പറഞ്ഞു, ഈ വിലക്ക് ചോദിച്ചാൽ നീ കൊടുത്തോ, എന്നാൽ നമുക്ക് ലാഭമുണ്ട്. മഹാനവറുകൾ ആവശ്യങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏതെല്ലാം സാധനം പോയി നോക്കി, ഏതെല്ലാം സാധനം പൈസ എത്രയുണ്ട് നോക്കി. അപ്പോൾ അവിടെ നിന്നൊരു ഒരു തുണി വിറ്റിട്ടുണ്ട്. ആ വിറ്റുപോയ തുണിയുടെ വിലയേക്കാളും കൂടുതലാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. മഹാനുകൾ ചോദിച്ചു, ആരാത് വാങ്ങിയത്? പറഞ്ഞു, ഇതിലെപ്പാട് പോയ ആള് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടെ തെരഞ്ഞു പോയിട്ട് പറഞ്ഞു, നീ എടുത്ത തുണി അതിൻ്റെ വില ഇത്രയേ ഉള്ളൂ, നീ കൊടുത്തത് ഇത്രയാണ്, അത് കൂടുതലാണ്, അതുകൊണ്ട് നീ കൂടുതലായി കൊടുത്ത് നീ തിരിച്ചെടുക്കണം. അയാൾ പറഞ്ഞു, എന്നോട് നിങ്ങളുടെ കച്ചവടക്കാരൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വില തന്നെയാണ്. പക്ഷേ ഞാനത് പിടിച്ചു നോക്കുമ്പോൾ, അത് നിവർത്തി നോക്കുമ്പോൾ, സാധാരണഗതിയിൽ ഞാൻ വാങ്ങുന്ന തുണിക്ക് സാധാരണഗതിയിൽ പോലുള്ള തുണി വാങ്ങുമ്പോൾ എത്ര കൊടുക്കലുണ്ട്, ആ വില കൊടുത്തു പോയതാണ്, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തതാണ്. മഹാനുകൾ പറഞ്ഞു, വേണ്ട, എനിക്ക് ഞാൻ വാങ്ങിയതായ തുണിക്ക് അതിൻ്റേതായ ലാഭം കണ്ടിട്ടാണ് ഞാൻ വിലട്ടിട്ടുള്ളത്. എന്നാൽ തന്നെ എനിക്ക് ലാഭമുണ്ട്, ഏറെ പൈസ എനിക്ക് വേണ്ട. നീ ഒന്നിരിക്കൽ നിൻ്റെ ഏറെ പൈസ സ്വീകരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ മുഴുവൻ പൈസ നീ എടുത്തിട്ട് എൻ്റെ തുണി തിരിച്ചു തരണം. അതാണ് നുസ്ഫുൻ ലിൽ കുല്ലി മുസ്ലിം. വളരെ ചിന്തിക്കണം. വല്ലാത്ത വാക്കാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈമാനിൻ്റെ അവസാനം പറയുന്ന ബാബ്, വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനിക്കും നുസ്ഹ് ചെയ്യണം, നന്മ നേരണം. സ്വന്തം നന്മ മാത്രം പോരാ, അവരുടെയും മുസ്ലിമീങ്ങളുടെയും എല്ലാവരുടെയും നന്മ നോക്കണം, എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോകണം. വബിഹി ഖാല ശൈഖുൽ ഇമാമുൽ ഹാഫിളു അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വനഫഅനാ ബിഉലൂമി വബിസഹീഹിഹി ആമീൻ. حدثنا أبو النعمان قال حدثنا أبو عوانة عن زياد بن علاقة أنه قال سمعت جرير بن عبد الله رضي الله عنه وعنهم يقول يوم مات المغيرة بن شعبة قام فحمد الله وأثنى عليه وقال عليكم باتقاء الله وحده لا شريك له والوقار والسكينة حتى يأتيكم أمير فإنما يأتيكم الآن ثم قال استعفوا لأميركم فإنه كان يحب العفو ثم قال أما بعد فإني أتيت النبي صلى الله عليه وسلم قلت أبايعك على الإسلام فشرط علي والنصح لكل مسلم فبايعته على هذا ورب هذا المسجد إني لناصح لكم ثم استغفر ونزل. ഈ സനദിലുള്ള റാവികളെ അധിക പേരെയും മുമ്പ് നാം വിശദീകരിച്ചതാകുന്നു. ഒന്നാമത്തെ ആള് അബു നുഅ്മാൻ മുഹമ്മദ് ബിനുൽ ഫളുൽ എന്നവർ, അസ്സദൂസി അൽ ബസ്രി അൽ മഅറൂഫു ബി ആരിം, അവരെ സംബന്ധിച്ച് അറിയപ്പെട്ട പേര് ആരിമ് എന്നാണ്. ആരിമ് എന്ന് എങ്ങനെ പേര് കിട്ടിയെന്ന് അറിയില്ല. അതിൻ്റെ അർത്ഥം വളരെ താന്നവൻ, റദീ താന്നവൻ എന്നാണ് അർത്ഥമുള്ളത്. പക്ഷേ ആരിമ ശരീറുൽ മുഫ്സിദു, വളരെ ഫിത്ന ഉപദ്രവകാരി എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. പക്ഷേ മുമ്പ് അങ്ങനെ പേര് കെട്ടി മഷൂറായ പിന്നെ അത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും അവർ ഷെറുമായി താഴ്ചയുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു. ആ പേര് വന്നു, അതിലറിയപ്പെട്ടു, പിന്നെ അങ്ങനെ തന്നെ പറയും.
സമീ ഇബ്നുൽ മുബാറക് വഖലായിക, ഇബ്നു മുബാറക്കിനെയും ധാരാളം ആളുകളെയും കേട്ടിട്ട് ഉസ്താദുമാരായി വന്നിട്ടുണ്ട്. അവരെ തൊട്ട് ഇമാം ബുഖാരിയും ഇമാം ബുഖാരി അല്ലാത്ത വലിയ വലിയ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല അബൂ ഹാത്തിമിൻ ഇദാ ഹദ്ദസക ആരിമുൻ ഫഖ്തിം അലൈഹി. ആരിമ അവരുടെ ചീത്ത പേരാണെങ്കിലും അത് മഷൂറായി. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്, നിന്നോട് ആരിം ഹദീസ് പറഞ്ഞാൽ, അബൂ ഹാത്തിം അനെ ഉപയോഗിക്കുന്ന കാരണം അതാ, ആരിം നിന്നോട് ഹദീസ് പറഞ്ഞാൽ ഫഖ്തിം അലൈഹി, അത് സീലടിച്ച് വെച്ചാളാ, അത് സീൽ ചെയ്ത് വെച്ചാളാ, ഇനി അത് പിന്നെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ അബൂ അവാനയാണ്. മൂന്നാമത്തേത് സിയാദ് ബിൻ ഇലാഖ എന്ന് പറയുന്ന മഹാനാണ്. അവരും കൂഫക്കാരനാണ്. ജരീർ ബിൻ അബ്ദില്ലാനെയും അതുപോലെയുള്ള മഹാന്മാരെല്ലാം കേട്ടവരാണ് അവര്. നാലാമത്തേത് ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു, അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ഖാല ജരീർ സിയാദ് ബിൻ ഇലാഖ എന്നവർ പറയാണ്, സമയത്ത് ജരീർ ബിൻ അബ്ദില്ലാഹി, ജരീർ ബിൻ അബ്ദില്ലാഹിനെ ഞാൻ കേട്ടു, യഖൂലു മഹാനവർകൾ പറയുന്നതായിട്ട്. എപ്പോ യൗമ മാതൽ മുഗീറത്ത് ബിൻ ശുഅബ, ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു മഹാനവർകൾ വഫാത്തായപ്പോൾ, അവർ മരിച്ചതോടെ കൂഫയിലെ ഒരു ഗവർണറായ സമയത്ത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് കൂഫയിലെ ഭരണാധികാരിയായിരുന്നു, വാലിയായിരുന്നു, അമീറായിരുന്നു മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു. അവർ മരിച്ച വഫാത്തായ ദിവസത്തിൽ ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു. എന്താ, എപ്പോഴാ പറഞ്ഞത്? കാമ, അതായത് ജരീർ റളിയല്ലാഹു അൻഹു നിന്നു. ഫഹമിദല്ലാഹ, ശേഷം ഫനസല എന്ന് പറയുന്ന മനസ്സിലാണ്ട് മിമ്പറിലാണ് കയറിയത്, പള്ളിയിലെ മിമ്പറിൽ. ഫഹമിദല്ലാഹ, എന്നിട്ട് മഹാനായ ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതിച്ചു. വഅസ്ന അലൈഹി, അല്ലാഹുവിൻ്റെ മേൽ സ്തുതി കീർത്തനങ്ങൾ പറയുകയും ചെയ്തു. വഖാല, എന്നിട്ട് മഹാനുകൾ പറഞ്ഞു, അലൈക്കും ബിത്തിഖാഇല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, ഏകനായ പങ്കാളികളില്ലാത്ത അള്ളാഹുവിനെ വളരെ അധികം നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാവണം. അതുപോലെ വൽ വഖാരി വസ്സകീന, നിങ്ങൾ തഖ്വയെ മുറുകെ പിടിക്കണം, അതോടുകൂടെ വഖാർ സകീനത്തിനെയും പിടിക്കണം. നിങ്ങൾ വഖാർ പൊട്ടിക്കരുത്. വഖാർ പറഞ്ഞാൽ ഒരു ആദരവ് ബഹുമാനത്തിൽ നിൽക്കണം നിങ്ങൾ. അതുപോലെ സമാധാനത്തിലായിരിക്കണം. ഗവർണർ മരിച്ചു, ഇവിടെ ഇപ്പോൾ ഭരണാധികാരികളില്ല എന്നുള്ളതൊക്കെ കൊള്ളയും കൊള്ളിവെപ്പും പലതും കൊലയും എല്ലാം നടക്കാം, കാരണം ഭരണാധികാരിയല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് മുത്തഖീങ്ങളായി ജീവിക്കണം. ഹത്താ യഅതിയകും അമീറുൻ, നിങ്ങൾക്ക് അമീർ വരുന്നത് വരെ മുആവിയ റളിയല്ലാഹു അൻഹു അടുത്ത അമീറിനെ അയക്കും, അതുവരേക്കും. ഫൈന്നമാ യഅതികും അൽആൻ, തീർച്ചയായും നിങ്ങൾക്ക് ആ അമീർ ഇപ്പം തന്നെ വരും. ഇവിടെ അല്ലാന എന്ന് പറയാൻ രണ്ട് കാരണമാണ് പറയുന്നത്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ താൽക്കാലികമായി നായിബായി, താൽക്കാലികമായി അമീറായി നിശ്ചയിച്ചിരുന്നത് ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹുവിനാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അമീറിൻ്റെ കോലത്ത് ഇപ്പം കെട്ടു വരും, ഞാൻ തന്നെയാണ് അതിൻ്റെ ആള്, ഞാൻ കൊണ്ട് ഒന്ന് തുണിമപ്പായി മാറ്റി വരാൻ നിൽക്കണുള്ളൂ, ഞാനൊന്ന് പോയിട്ടൊന്ന് ഒരുങ്ങി വരാനേ നിൽക്കുന്നുള്ളൂ, ഒന്ന് ലെവലാക്കാനുണ്ട്. ഭരണാധികാരികളെ, പോലീസുകാരെ, ഉദ്യോഗസ്ഥന്മാരെ ഇവരെ അറിയിച്ചിട്ട് ഞാൻ അവരോട് കൂടെ അങ്ങോട്ട് വരാം, അപ്പം തന്നെ വരാം. ആ നിൽക്കാണ് യഅതികും അല്ലാന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹുവിൻ്റെ മകനെയായിരുന്നു ഏൽപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ആ മകനെ നമുക്കിപ്പോൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. പിന്നീട് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു അന്നത്തെ ബസ്രയിലെ അമീറിനെ ഇങ്ങോട്ട് ഭരണാധികാരിയെ വിട്ടിട്ടുമുണ്ട്. സുമ്മകാല, പിന്നെ ജരീർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തഅഫൂ ലി അമീരിക്കും, നിങ്ങളുടെ അമീർ മരണപ്പെട്ടു പോയവരല്ലേ, അവർക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് അഫുവിനെ, മാഫിനെ ചോദിക്കുക. ഫഇന്നഹു, കാരണം നിങ്ങളുടെ അമീറായ മഹാനായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കാന യുഹിബ്ബുൽ അഫ്വ, അവർ ജനങ്ങൾക്ക്, ഭരണീയർക്ക് മാഫ് ചെയ്യലിനെ വല്ലാതെ ഇഷ്ടമെക്കുന്നവരായിരുന്നു. ആള് സുജായിയാണ്, പോക്കിരിയാണ്, വലിയ അറബികളെ കൂട്ടത്തിൽ ബുദ്ധി സാമർഥ്യമുള്ളവരും ബുദ്ധി സാമ്രാട്ടുമായിരുന്നു.
ഒരാളോട് വർത്തമാനം പറഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെയുള്ള മഹാനാണിരുന്നുവെങ്കിലും അവർ അഫുവിനെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ നബി തങ്ങളെ സ്വന്തം ബോഡി ഗാർഡ് ആ ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ മീശ വല്ലാതെ വലുതായിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ അടുക്കലുള്ള ഒരു മിസ്വാക്ക് എടുത്തു മീശമ്മൽ വെച്ച് എന്നിട്ട് നബി തങ്ങൾ മീശ വെട്ടിക്കൊടുത്തു. അത്രയും നബി തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ പോയി മീശ വെട്ടി വാടാന്നല്ല പറഞ്ഞത്, നബി എന്നെ വെട്ടിക്കൊടുത്ത ഒരാളാണ്. ഹദീസ് സംഭവം വരാൻ പോകുന്ന ബുഖാരി തന്നെ വരും അങ്ങനെയുള്ള സംഭവങ്ങളല്ല. സുമ്മ ഖാല, അതുകൊണ്ട് നിങ്ങൾ അമീറിനിക്ക് അദ്ദേഹം അഫുവിനെ ഇഷ്ടപ്പെടുന്നവരായത് കൊണ്ട് നിങ്ങൾ അഫുവിനെ തേടണം. പിന്നെ ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്നി അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഖുൽതു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഉബായൂക, ഞാൻ തങ്ങളോട് ബയ്യത്ത് ചെയ്യാൻ പോവുകയാണ്, അലൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ മേലിൽ, ഇസ്ലാം പൂർണ്ണമായി അംഗീകരിക്കാൻ വേണ്ടി ഞാൻ ബയ്യത്ത് ചെയ്യാണ്. ഫശറത്ത് അലയ്യ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മേൽ കുറേ നിബന്ധനകൾ വെച്ചു. ഇന്നിയും കാര്യങ്ങൾ, ഇസ്ലാം പറഞ്ഞാൽ വലിയ സംഭവമാണ്, അത് മുഴുവനും കൂടി ചെയ്യാൻ വേണ്ടി ഏറ്റാച്ച് കൊടുങ്ങും. അപ്പം ഇന്നിയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നബി തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. വന്നുസ്ഖിരി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനിക്കും നുസ് ചെയ്യുന്നതിൻ്റെ മേലിലും ഞാൻ തങ്ങളോട് ബയ്യത്ത് ചെയ്യാണ് എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ ബാബിൽ വന്നാവും നുസ്ഖിരി കുല്ലി മുസ്ലിമീൻ. ഫബായഅ്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ബയ്യത്ത് ചെയ്തു. അലാ ഹാദാ, ഇതിൻ്റെ മേലിൽ ഞാൻ ബയ്യത്ത് ചെയ്ത് ഏറ്റെടുത്തതാണ്. അതുകൊണ്ടൊരു ഭരണാധികാരി ഇവിടുന്ന് മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ ഈ സമുദായത്തിനിക്ക് എന്തെല്ലാം വേണോ അത് മുഴുവനും ഞാൻ എന്നെക്കാൾ കഴിയുന്നത് മുഴുവൻ ചെയ്യാമെന്ന് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടാണ് തൽക്കാലം നിങ്ങളുടെ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് എന്ന് മഹാനവറുകൾ പറഞ്ഞു. ഈ ഒരു ബോധമാണ് വേണ്ടത്. മഹാനവറുകൾ നബി തങ്ങളോട് ഏറ്റെടുത്തു, ബയ്യത്ത് ചെയ്തു, എല്ലാ മുസ്ലിമിനും എന്നാൽ കഴിയുന്ന നന്മ ഞാൻ ചെയ്യും. അവർ ഇസ്ലാമുമായി കൂട്ടിയടക്കാൻ എന്താണോ വേണ്ടത്, അവർ തിന്മയിൽ നിന്ന് തിന്മയെ ഒഴിവാക്കി നന്മ മാത്രം കടഞ്ഞെടുക്കാൻ എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്യും. അതിൻ്റെ ഭാഗമാണ് ചെയ്തത്. മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, വറബ്ബി ഹാദൽ മസ്ജിദ്, ഈ പള്ളിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഇന്നി ലനാസിഹുൻ ലക്കും, ഞാൻ നിങ്ങൾക്ക് നാസിഹാണ്, നന്മ ഉദ്ദേശിക്കുന്നവനാണ്, നിങ്ങളെ ഞാൻ ദീനുമായി കൂട്ടിയണക്കുന്നവനാണ്. സുമ്മസ്തഗ്ഫറ, പിന്നെ മഹാനവർകൾ പൊറുക്കൽ ഇസ്തിഗ്ഫാർ ചെയ്തു, പൊറുക്കലിനെ തേടി, വനസല, മിമ്പറിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ഈ ഒരുമിച്ച് കൂടിയത് റബ്ബി ഹാദൽ മസ്ജിദ് പള്ളിയിലാന്ന് വന്നു, വനസല എന്ന് പറയുമ്പോൾ മിമ്പർമലാണ് കയറിയിരുന്നത് എന്നും വന്നു. ഇപ്പോൾ ഭരണാധികാരികളുടെ അഭാവത്തിൽ വേണ്ടി വന്നാൽ അവിടെയുള്ള കാരണവന്മാർക്ക് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് വിരോധമില്ല. കാരണം നുസ്ഖുല്ലി കുല്ലി മുസ്ലിമിൻ എല്ലാവർക്കും ബാധകമാണ്. ആ നിലക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാം. പിന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പ്രത്യേകമായ പോക്കാണ്. മുഖദ്ദിമിൽ നാം പറഞ്ഞിട്ടുണ്ട്, ഓരോരോ ബാബ് തീരുമ്പോഴും ആ ബാബ് തീരാണ് എന്ന് വരിച്ച് നിൽക്കുള്ള ഹദീസ് കൊണ്ടായിരിക്കും ഏത് ബാബു അവസാനിപ്പിക്കുക. ഇവിടെ കണ്ടോളി, സുമ്മസ്തഗ്ഫറ വനസല. പിന്നെ മഹാനായ ജരീർ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവർ മിമ്പറിൽ നിന്ന് ഇറങ്ങി അവിടെ വെച്ച് ആ നസീഹത്ത് അവസാനിപ്പിച്ചു. ഞാനും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇമാം ബുഖാരി പറഞ്ഞത്.